പ്രിയപ്പെട്ടവർക്കെല്ലാം അറിയാം, ഇന്നേക്ക് 4-ാം ദിവസം കേരളം പോളിംഗ് ബൂത്തിലെത്തും. അവസാന ലാപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിയാണ്. നാടിൻ്റെ ആവേശം തുറപ്പം 24-ന്റെ അവതാര പുലികൾ ന്യൂസ് റീഡേഴ്സ് കൂടി ചേരുന്നു. ഒപ്പം റിപ്പോർട്ടേഴ്സും. നാടിൻ്റെ ഉള്ളറിയാൻ, ചൂടും ചൂരും പകർത്താൻ നാട്ടുവഴിയിലൂടെ നാടിൻ്റെ ഇലക്ഷൻ ഡെസ്ക് യാത്ര തുടരുന്നു. 76 മണിക്കൂർ തുടർന്നു പോകുന്ന ഓട്ടത്തോൺ ഇന്നലെ ആരംഭിച്ച ഇന്ന് അതിൻ്റെ 2-ാം ദിവസത്തിലേക്കാണ് ഓട്ടത്തോൺ നാടിൻ്റെ ഇലക്ഷൻ ഡെസ്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതൊരു സുവർണ അവസരമാണ്. നിങ്ങൾക്ക് സ്റ്റുഡിയോയിലിരുന്ന് അല്ലെങ്കിൽ സ്ക്രീനിൽ മാത്രം കണ്ട, ചെറിയ പെട്ടിയിൽ മാത്രം കണ്ട വാർത്താ അവതാരകർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഒപ്പം ചേരാം. കാര്യം നമ്മൾ പ്രേക്ഷകരും പ്രക്ഷേപകരും ഒന്നാകുന്ന ഒരവസ്ഥ നമ്മളെപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നാടിൻ്റെ ഇലക്ഷൻ ഡെസ്ക്. കേരളത്തിലെ 140 മണ്ഡലങ്ങളും കടന്നു പോകുന്നതിനിടയിൽ നിങ്ങൾ ഒന്നിച്ചൊക്കെ കാണാൻ ഉള്ള അവസരമുണ്ട്. ഇന്ന് കാസർഗോട്ടേക്കാണ് ആദ്യം നമ്മുടെ ടീം എത്തുന്നത്. ന്യൂസ് റീഡർ ദിൽന മധു, റിപ്പോർട്ടറായ പ്രദീപ് നാരായണനും ഒപ്പം ചേരുകയാണ്. ദിൽന, ഗുഡ് മോർണിംഗ്. ദിൽന, കാസർഗോട്ടെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി ആളുകളൊക്കെ പിന്നാമ്പുറത്തുണ്ടല്ലോ, വിവരങ്ങളൊക്കെ പറയൂ ദിൽന. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. അതേ സ്കേൻ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മൾ മണ്ഡല പര്യടനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലാണുള്ളത്. അവിടെ കാസർഗോഡിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഫിഷ് മാർക്കറ്റിലാണ്. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, പ്രത്യേകിച്ചും ഈസ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് പൊതുവെ ആളുകൾ പുറത്തിറങ്ങാത്ത സമയമാണ്. പക്ഷേ ആളുകളെ കിട്ടണമെങ്കിൽ നമുക്കിതുപോലെ തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് വരണം. അതുകൊണ്ടാണ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കാസർഗോഡ് എന്നത് ഒരു ഭാഷ കൊണ്ടോ ഒരു സംസ്കാരം കൊണ്ടോ നമുക്ക് നിർവചിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. പ്രത്യേകിച്ചും ചന്ദ്രഗിരി പുഴയ്ക്ക് വടക്കോട്ട് അവിടെ മറ്റൊരു സംസ്കാരവും ഒരുപാട് ഭാഷയും ഒരുപാട് രീതികളുമുള്ള ഒരുപാട് ജനങ്ങളുടെ ഒരു സംഗമ സ്ഥലമാണത്. നമ്മൾ ഇന്നലെ മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് പോയിരുന്നു. ആ മഞ്ചേശ്വരം മണ്ഡലം കേരളത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴും കർണാടകയോട് മനസ്സുകൊണ്ട് കുറച്ചുകൂടി അടുപ്പം സൂക്ഷിക്കുന്ന ജനങ്ങളുള്ള സ്ഥലമാണ്. അതിന് സമാനമായ ഒരു സംസ്കാരവും രാഷ്ട്രീയവും സാമുദായിക സമവാക്യങ്ങളും എല്ലാം ഉള്ള മറ്റൊരു മണ്ഡലമാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം. പൊതുവിൽ 1980 മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഭാരതീയ ജനതാ പാർട്ടിയും BJPയും ലീഗും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് സാക്ഷിയായിട്ടുള്ള മണ്ഡലമാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം. അവിടെ പക്ഷേ ഇത്തവണ നമുക്ക് 1996 മുതൽ LDFന് വേണ്ടി ഇവിടെ മത്സരിച്ചിരിക്കുന്നത് INL ആണ്. INL സ്ഥാനാർത്ഥികളാണ് LDFന് വേണ്ടി ഇവിടെ മത്സരിച്ചിരുന്നത്. വളരെ പിന്നിൽ ഒരു 3-ാം സ്ഥാനത്തേക്ക് ദുർബലമായ ഒരു സാന്നിധ്യമായിട്ടാണ് LDF സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഒരു സ്ഥാനാർത്ഥി, ഒരു പൊതുസ്വതന്ത്രനെ LDF നിർത്തിയതോടുകൂടി ഇത്തവണ തെരഞ്ഞെടുപ്പ് കളം കാസർഗോഡിലേത് മാറിയിട്ടുണ്ട്. ഒരു ത്രികോണ പോരിന്റെ പ്രതീതി ഉണ്ടാക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കാസർഗോഡ് എന്ത് പറയും എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. കാസർഗോഡിന്റെ മനസ്സിലെന്താണ് എന്നാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. കാസർഗോഡിന്റെ മത്സരചിത്രം പരിശോധിക്കുന്നതിന് മുൻപ് കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് വേഗത്തിൽ പരിചയപ്പെടാം. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. എന്നെ നെല്ലിക്കുന്നതിന് പകരം ഇത്തവണ മുസ്ലിം ലീഗ് കളത്തിലിരിക്കുന്നത് ഒരു പുതുമുഖത്തെയാണ്. പുതുമുഖം എന്ന് പറയുമ്പോൾ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം പുതുമുഖമല്ല. കാരണം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷനാണ്. ഒപ്പം UDFന്റെ ജില്ലാ ചെയർമാനാണ്. ആ രീതിയിൽ പൊതുമണ്ഡലത്തിൽ സജീവമായ ഒരു മനുഷ്യനാണ് കലക്ടർ മൈൻ ഹാജി. BJP കളത്തിലിറക്കുന്നത് അവരുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ML അശ്വിനിയാണ്. ML അശ്വിനി നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അവർ സ്ഥാനാർത്ഥിയായതിനെ തുടർന്നാണ് ഇങ്ങനൊരു പേര്, കേരളത്തിന്റെ പൊതുമണ്ഡലം ML അശ്വിനി എന്നൊരു പേര് സജീവമായി ചർച്ച ചെയ്തിരുന്നത്. അതിനുശേഷം ആ രീതിയിൽ പൊതുമണ്ഡലത്തിൽ കാസർഗോഡ് വലിയൊരു തരത്തിലുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പറയാനുള്ള സ്ഥാനാർത്ഥിത്വം LDFന്റേതാണ്. ഷാനവാസ് പാദൂർ എന്നൊരു സ്ഥാനാർത്ഥിയെ LDF പൊതുസ്വതന്ത്രനായി ഇവിടെ നിർത്തിയിരിക്കുന്നു. ഷാനവാസ് പാദൂർ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. കോൺഗ്രസിന്റെ കൗൺസിലറൊക്കെ ആയിരുന്നതിന് ശേഷം കോൺഗ്രസ് വിട്ട് LDFനൊപ്പം ചേർന്ന് CPMനൊപ്പം ചേർന്ന് അദ്ദേഹം കഴിഞ്ഞ തവണ 2020 ഇവിടെ ചെങ്ങള ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് ചെങ്ങള ഡിവിഷനിൽ വിജയിക്കുകയും കാസർഗോഡ് ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. അതിനുശേഷം വളരെ ജനകീയന ഒരു മുഖമാണ്, പൊതുസ്വീകാര്യനാണ്. ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വളരെ സ്വീകാര്യ ഒരു മുഖമാണ്. അദ്ദേഹത്തെ കളത്തിലിറക്കിയതോടുകൂടിയാണ് ഇതൊരു ത്രികോണ മത്സരം എന്ന ഒരു പ്രതീതിയിലേക്ക് കാസർഗോഡ് മണ്ഡലം മാറിയിരിക്കുന്നത്. അങ്ങനെ ഈ 3 സ്ഥാനാർത്ഥികളും കാസർഗോഡ് മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഒരു ചലനം ഉണ്ടാക്കുന്നുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.